കുബൂസ് ഇന്ന് ഏറെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റാണിത്. KFCന്റെ അപ്പോഴായാലും ഷവർമന്റെ അപ്പോഴായാലും അതിനോടൊപ്പം കഴിക്കാൻ ഒരു കുബൂസ് ഉണ്ടായാലേ ഒരു റങ്ക് കിട്ടും. കുബൂസ് ഇന്ന് മാർക്കറ്റിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പണ്ട് ഇത് അറബിക്കാരുടെ സ്വന്തം ദേശീയ ഭക്ഷണേനി അറിയാലോ. പിന്നെ നമ്മുടെ പ്രവാസികൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്, നമ്മുടെ മലയാളിയിലോട്ട് കൊണ്ടുവന്നത്. പിന്നെ ഇത് മലയാളിൻ്റെയും സ്വന്തം ഭക്ഷണമായി മാറി. ഇത് ഉണ്ടാക്കാൻ അത്രക്കും സിമ്പിളാണ്. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഒരു ഗ്ലാസ്സിൽ 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക. പിന്നെ നമ്മളെ മെയിൻ ഐറ്റം ഈസ്റ്റ്. ഞാനിവിടെ ഒരു ടിന്നാണ് എടുത്തത്, എല്ലാ കടയിലും ലഭ്യമാണ്. അതും 1 ടേബിൾ സ്പൂൺ അതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ അതിലോട്ട് പാലാണ് വേണ്ടത്. പാല് ഇളം ചൂടിൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നിങ്ങൾ ഡോ ഉണ്ടാക്കുന്നതിനനുസരിച്ചുള്ള പാലാണ് എടുക്കേണ്ടത്. ഞാനിവിടെ എൻ്റെ അളവിനനുസരിച്ചുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അത് അതിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഈസ്റ്റും പഞ്ചസാര അതിൽ നന്നായി അലിഞ്ഞു വരുന്നതിന് ശേഷം അതൊന്ന് മൂടി വെക്കുക. ഒരു 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അതൊന്ന് നന്നായിട്ട് പുളിച്ച് പതച്ച് വരാണ്ട്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കണ്. സാധനം നന്നായിട്ട് പുളിച്ച് വന്നിക്കണ്. നിങ്ങൾക്ക് ഈ പാലിന് പകരം ചുടുവെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ചുടുവെള്ളം ഈ പാലിൻ്റെ അത്ര സോഫ്റ്റ് കിട്ടില്ല. ഡോ നല്ല സോഫ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ പാൽ ആഡ് ചെയ്തത്. ചുടുവെള്ളമാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അതിനുള്ള ഡോ ഉണ്ടാക്കിയെടുക്കുക. 1 കപ്പ് മൈദ ഒരു പാത്രത്തിലോട്ട് ഇടുക. അത് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് റവ അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. റവ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യാണ്. ചെറിയൊരു പോരായ്മ വന്നപ്പോൾ ഒരു 1/4 കപ്പ് മൈദയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലായിടത്തും. ആ ഉപ്പൊക്കെ നന്നായിട്ട്, ഉപ്പും റവയും 3 നന്നായിട്ട് മിക്സ് ആവണം. പിന്നെ നമ്മൾ നേരത്തെ ഈസ്റ്റ് ഒക്കെ ഇട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതന്നെ ഇതിന്റെ മെയിൻ പണി. കുബൂസിന്റെ ഉള്ളിൽ കണ്ടില്ലെങ്കിൽ നല്ല സോഫ്റ്റ് ബ്രെഡിന്റെ പോലെ, അതിന് വേണ്ടിയാണ് നന്നായിട്ട് കുഴക്കാൻ പറഞ്ഞത്. നമ്മൾ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് സാധനം കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ അതിന്റെ കാരണം കുഴക്കല്ലേ കാരണം. ആ കുഴച്ചത് നന്നായിട്ട് ചെയ്തെടുക്കണം. വെള്ളം കുറവുണ്ടെങ്കിൽ പാലോ ചുടുവെള്ളമോ ആഡ് ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഡബ്ബർ പോലെ കുഴച്ചെടുത്തിക്കണം. ഇനി അത് റെസ്റ്റിന് വെക്കണം. 2 മണിക്കൂറെങ്കിലും റെസ്റ്റിന് വെക്കണം. ആദ്യമേ എണ്ണ തടവി ഞാൻ റെസ്റ്റിന് വെക്കുകയാണെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും. ശേഷം അതെടുത്ത് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ എയർ കയറി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ 2 മണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതെടുത്ത് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം, അതിൻ്റെ ഉള്ളിലുള്ള എയറൊക്കെ പോവാണ്ട്. അതിനുശേഷം അത് ഓരോ ബോൾസാക്കി പരത്തി ചുട്ടെടുക്കുക. ഇനി ഞാൻ അതിൽ നിന്ന് കുബൂസിൻ്റെ വലുപ്പത്തിൽ കിട്ടാനുള്ള ഓരോ ബോൾസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. പരത്തിയെടുക്കുമ്പോൾ അതിന്മേ മൈദപ്പൊടി തൂവി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അതിന്മേ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. അത് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. അതിനി ചുട്ടെടുക്കുമ്പോൾ ഒന്നും കൂടി കട്ടി കൂടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പരത്തിയെടുക്കുക. ഞാനിവിടെ ഒരു ഫ്രൈ പാനിലാണ് ചുട്ടെടുക്കുന്നത്. അതിന്മേൽ 2-3 മറിച്ചിലൊക്കെ ഇട്ട് നന്ന് ചുട്ടെടുക്കുക. പത്തിരിൻ്റെ മാതിരി നന്നായിട്ട് പൊള്ളി വരണം സാധനം. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ 2 ലെയറായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് എല്ലാം നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അതിനെക്കാട്ടി കട്ടി കൂടി നല്ല സോഫ്റ്റ് സാധനമായിട്ട് നമ്മുടെ കുബൂസ് റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് കിട്ടണ അതേ ടേസ്റ്റ്, ഒന്നും പറയാനില്ല. അതിൻ്റെ ഒപ്പം കൂട്ടാൻ നമ്മളെ KFC, ഷവർമ, ബീഫ് വരട്ടിയത്, ചിക്കന് ഒക്കെ പോട്ടോ. കുബൂസൊന്നും ഇനി കടയിൽ നിന്ന് വാങ്ങണ്ട മക്കളെ, വീട്ടിലുണ്ടാക്കിയോളി, പള്ളറച്ച് തിന്നോളി. അതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. 2 ലെയറായിട്ട് നിൽക്കണതൊക്കെയാണ് കണ്ടില്ലേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഡൗട്ടുകളെല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കി. ഇപ്പം തന്നെയാണ് ചെയ്തേക്കി. അതിനടുത്തുള്ള ബെല്ലൈക്കനാണ് എനേബിൾ ചെയ്തേക്കി. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രം ഫുഡ് കോർണർ.